ഒരു ചിന്തകന്റെ വാക്കിലൂടെ ഞാൻ എൻ്റെ സന്ദേശം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന മഹാനായ ഡയോജനസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഓരോ പ്രഭാതത്തിലും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ അദ്ദേഹം താമസിച്ചിരുന്ന ആ ഗ്രാമത്തിലൂടെ, ആ സ്ട്രീറ്റിലൂടെ റാന്തൽ വിളക്കും കത്തിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ മനുഷ്യന്റെയും മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കി നടക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഗ്രാമത്തിലുള്ള പലരും അദ്ദേഹത്തിനൊരു ഭ്രാന്ത് പിടിച്ചു എന്ന് ഒരു ഭാഗം ആൾക്കാർ പറഞ്ഞപ്പോൾ പലരും പല രീതികളിൽ അഭിപ്രായം പറഞ്ഞു. എന്നാൽ മഹാനായ ഈ ഡയോജനസ് എന്ന് പറയുന്ന വ്യക്തിയോട് അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താമോ എന്ന് വിചാരിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഭ്രാന്ത് പിടിച്ചിട്ടല്ലായിരുന്നു, മാനസികമായ നിലകൾ താളം തെറ്റിയിട്ടല്ലായിരുന്നു. അദ്ദേഹം ആ റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു ലക്ഷ്യബോധത്തോടെയായിരുന്നു. ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനെ കണ്ടെത്താമോ എന്ന് വിചാരിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ എന്തിനാണ് ഈ പറളിയിൽ ഈ ചരിത്രം പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ, നമുക്കറിയാം ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ ശാസ്ത്രലോകം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സയൻസും ടെക്നോളജികളും വളർച്ചയുടെ പടവുകൾ മനുഷ്യൻ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിവേഗത്തിൽ പറക്കുന്ന എയ്റോപ്ലെയിനുകളെയും മനുഷ്യന്റെ ഹാർട്ടുകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളെയും കണ്ടുപിടിച്ചിരിക്കുന്നതായ ഒരു ലോകം. മനുഷ്യന് പകരം റോബോട്ട് മനുഷ്യനുകളെ കണ്ടുപിടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സൈബർ ലോകത്തിൽ മനുഷ്യന്റെ വിരൽത്തുമ്പ് കൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ടെക്നോളജികൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ സൈബർ യുഗത്തിൽ ഇന്നിന്റെ ആവശ്യമെന്ന് പറയുന്നത് എന്താണ്? ഇന്നിന്റെ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വളർച്ചകളും വികസനങ്ങളും ഒരു ഭാഗത്ത് നമുക്ക് അഭിമാനിക്കുവാൻ വകയുണ്ടെങ്കിലും മറുഭാഗത്ത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണുകൾ ഓടിച്ചു നോക്കിയാൽ ധാർമ്മികതകൾ തച്ചുടച്ചുകൊണ്ട്, മാനവീയതകളെ തച്ചുടച്ചുകൊണ്ട് സമൂഹത്തിൽ എവിടെ നോക്കിയാലും തിന്മകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ അവറുകൾ നമ്മുടെ കേരളത്തെ നോക്കി ഇങ്ങനെ പറയുവാനിടയായി തീർന്നു: നമ്മുടെ കേരളം ഒരു ഭ്രാന്താലയമാണ്. അദ്ദേഹം പറഞ്ഞതായ ആ വാക്കുകളുടെ യാഥാർത്ഥ്യം എന്തെന്ന് അന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ അത് യാഥാർത്ഥ്യമല്ലേ? ഒരു കാലഘട്ടത്ത് ഗോഡ്സ് ഓൺ കൺട്രി എന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്നും വിദേശികൾ പോലും അഭിപ്രായപ്പെട്ട വിശേഷണം ലഭിച്ച നമ്മുടെ കൊച്ചു കേരളം പ്രകൃതി രമണീയതയിൽ, സാക്ഷരതയിൽ, നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലകളിലും ടെക്നോളജികളിലും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലൊക്കെ മറ്റു നാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തത അർഹിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ളതായിരിക്കുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ ഇന്ന് വിവിധ ഭ്രാന്തന്മാരുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ? നമുക്കറിയാം കാമഭ്രാന്തന്മാരുടെ കാലഘട്ടം, അധികാര ഭ്രാന്തന്മാരുടെ കാലഘട്ടം. നമുക്കറിയാം അധികാരത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ജന്മം കൊടുത്ത അപ്പന്മാരാൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. സ്വന്തം സഹോദരന്മാരാൽ ഗർഭിണിയാകുന്ന സഹോദരിമാരുടെ കാലഘട്ടം. ജന്മം കൊടുത്ത ആൺകുഞ്ഞിനാൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന അമ്മമാരുടെ കാലഘട്ടം. അപ്പൊ കാമഭാരാന്തന്മാരുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ 6 മാസം മുതൽ 87 വയസ്സുവരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും വയോധികമാർക്കും സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമില്ലാതെ ഭയത്തോടെ ജീവിക്കേണ്ട കാലഘട്ടം. കാമഭ്രാന്തന്മാരുടെ കാലഘട്ടം എന്നല്ലാതെ പിന്നെ എന്തിന് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പേര് വിളിക്കും? നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ ഞാനും നിങ്ങളും വായിച്ച വാർത്തകൾ, വായിക്കുന്ന കാണുന്ന വാർത്തകൾ ഞാൻ ഈ പറളിയിൽ നിന്നുകൊണ്ട് മൈക്കിലൂടെ പ്രസംഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം അത് എത്രയെത്ര ദാരുണമായ സംഭവങ്ങളാണ് നാം വായിക്കുവാനിടയായി തീർന്നത്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുവാനിടയായി തീർന്നു. നൊന്ത് പ്രസവിച്ച 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ചുമന്നു പ്രസവിച്ച ചോരക്കുഞ്ഞിനെ
ലക്ഷക്കണക്കിന് പണം ലഭിക്കേണ്ടതിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി വിറ്റുകളഞ്ഞ് കാമുകന്മാരോട് ഓടിപ്പോകുന്ന അമ്മമാരുടെ കാലഘട്ടങ്ങൾ, പണത്തിനു വേണ്ടി സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ പോലും മറക്കുന്ന കാലഘട്ടങ്ങൾ. അപ്പൊ ഈ കാലഘട്ടത്തെ നോക്കി സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് നോക്കിയാൽ കണ്ടുപിടുത്തങ്ങളും വളർച്ചകളും ടെക്നോളജികളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികമായി തകരുകയാ. സ്വന്തം അപ്പൻ അതേ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. നമുക്കറിയാം, മക്കൾക്കും ഭാര്യയ്ക്കും വിഷം കൊടുത്തുകൊണ്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പനും അമ്മയും സ്വന്തം കുഞ്ഞുങ്ങളെ നശിപ്പിച്ചിട്ട് തൂങ്ങി മരിക്കുന്നു എന്ന് തുടങ്ങിയ എത്ര വാർത്തകൾ നമ്മൾ വായിക്കുവാനിടയായി തീരുന്നു. എന്ത് സംഭവിക്കുന്നു? സമാധാനം നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു, സ്നേഹം അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു, ദൈവഭയം മനുഷ്യനിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഡയോജനസ് എന്ന് പേരുള്ള മഹാനായ വ്യക്തി അന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താമോ എന്ന് വിചാരിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്താ ആവശ്യം? മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടുകളിൽ സുലഭമായി വളർന്നു വരുന്നുണ്ട്. നമ്മുടെ സാമൂഹികമായ, സാമ്പത്തികമായ, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നുണ്ട്. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ ധാർമ്മികതകൾ തച്ചുടച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? സ്നേഹങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുകയല്ലേ? ആത്മഹത്യയുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? കൊലപാതകങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഓരോ വർഷങ്ങളും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഹാർട്ട് രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും TB രോഗികളുടെയും ഒക്കെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി, അതെ, നമ്മുടെ ഭൗതിക, സാമ്പത്തിക, സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും സമരം ചെയ്ത് നേടിയെടുക്കുന്നവരാണ്. പക്ഷേ എവിടെയാ സമാധാനം? എവിടെയാ സന്തോഷം? ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നാഷൻ എന്നു പേരുള്ള ഒരു സംഘടനകൾക്ക് ലോകരാജ്യങ്ങളെല്ലാം കൂടി രൂപം നൽകി. ആ സംഘടന നിലനിൽക്കുമ്പോൾ തന്നെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം പുറപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധം പുറപ്പെട്ട് നമുക്കറിയാം, നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്ക അണുവായുധങ്ങൾ വർഷിച്ചു. ലക്ഷക്കണക്കിന് അതേ സാധാരണക്കാരായ മനുഷ്യർ ജീവൻ നഷ്ടപ്പെട്ടു. അതോടുകൂടി രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കോളിളക്കങ്ങൾ അവസാനിച്ചു. പക്ഷേ അവിടെ നമ്മളൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു, UNO. ഇന്ന് നിലവിലുണ്ട് ഐക്യരാഷ്ട്ര സംഘടന. ഇന്ന് നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതിനിധികളാണ് ഭാരതത്തിലെ അതേ ഭരണാധികാരിയായിരിക്കുന്ന മനുഷ്യനും. അപ്പോൾ നമ്മളെല്ലാം ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതിനിധിയാ. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടന ഇന്ന് സമാധാനത്തിനു വേണ്ടി, ലോകരാജ്യത്തിലെ സമാധാനത്തിനു വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. നമുക്കറിയാം, റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി. ഇന്നും പല നേതാക്കന്മാർ പരിശ്രമിച്ചു. സമാധാനം എവിടെയാ? സന്തോഷം എവിടെയാ? സമാധാനത്തിനു വേണ്ടി ലോകരാഷ്ട്ര നേതാക്കന്മാർ ഇന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ലോകത്തിലേക്ക് എന്തിനാ പോകുന്നത്? നമ്മുടെ ഓരോ കുടുംബങ്ങളിലും എടുത്തു നോക്കിക്കേ. ഓരോ ഭവനത്തിലും അതേ സമാധാനം നഷ്ടപ്പെട്ടു. ഡോക്ടറേറ്റ് ലഭിച്ചവരുണ്ട്, ഡിഗ്രികൾ ലഭിച്ചവരുണ്ട്, നമ്മുടെ ഗവൺമെന്റ് സ്റ്റാഫുകളുണ്ട് ഓരോ ഭവനത്തിലും. പക്ഷേ വീട്ടിൽ സമാധാനമുണ്ടോ? ഇല്ല. സ്ത്രീ സമത്വം നമ്മുടെ കേരളത്തിലുണ്ട്, സ്ത്രീ സുരക്ഷാ നിയമം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇന്ന് കുടുംബ കോടതികളുടെ എണ്ണങ്ങൾ കുറയുന്നുണ്ടോ? ഡിവോഴ്സുകളുടെ എണ്ണങ്ങൾ കുറയുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും ഡിവോഴ്സുകളുടെ എണ്ണങ്ങൾ കൂടുകയാ. അക്ഷര അഭ്യാസം വർദ്ധിച്ചിട്ടും സാക്ഷരതകൾ വർദ്ധിച്ചിട്ടും കുടുംബ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? ഇല്ല. 28-ലധികം കുടുംബ കോടതികൾ നമ്മുടെ കേരളത്തിലില്ലേ? ഓരോ കുടുംബ കോടതികളിലും നൂറുകണക്കിന് ഡിവോഴ്സ് കേസുകൾ കെട്ടിക്കിടക്കുകയല്ലേ? എന്താ കാരണം? വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം പൂർണ്ണമായി ലഭിക്കണമെന്നില്ല. നമുക്കറിയാം, സാക്ഷരത എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു. നമ്മുടെ ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളിൽ വെച്ച് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചൊരു നാടാണ് കേരളം. പക്ഷേ വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് ഇന്ന് കേരളത്തിൽ അനർത്ഥങ്ങൾ കുറയുന്നുണ്ടോ? സാക്ഷരത പഠിച്ചതുകൊണ്ട് അനർത്ഥങ്ങൾ കുറയുന്നുണ്ടോ? ഇല്ല. മദ്യക്കുപ്പിയുടെ മുകളിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ? സാക്ഷരത ലഭിച്ച ഈ കേരളീയർ അത് വായിച്ചിട്ട് പിന്നെയും കുടിക്കുന്നില്ലേ? സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറി ടു ഹെൽത്ത് എന്ന് സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടില്ലേ? സാക്ഷരത ലഭിച്ച മലയാളികൾ അത് വായിച്ച് പലവിധമായ രോഗങ്ങൾക്ക് അടിമയായി തീരുന്നില്ലേ? ക്യാൻസർ രോഗികളും TB രോഗികളും ആസ്മ രോഗികളും ഹാർട്ട് രോഗികളുടെയും എണ്ണങ്ങൾ കൂടുകയല്ലേ?
നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ വാഹനത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും തൂങ്ങിക്കിടക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ ചില രോഗങ്ങളുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, പേരുകൾ വരച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ മനുഷ്യ ശരീരത്തിൽ വന്ന് ഭവിക്കുന്നു? ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത പലതും ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ മദ്യത്തിന് അടിമയായി തീരുന്നത്? സമാധാനമില്ല, സന്തോഷമില്ല. ഞാൻ വയനാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഇതുപോലെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാ: സാറേ, 6 മാസം ഞാൻ മദ്യപാനം നിർത്തിയതാ, പക്ഷെ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും മദ്യപിക്കുവാനുള്ള ടെൻഡൻസി എനിക്ക് വന്നു. അതിന്റെ കാരണം വീട്ടിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല. അപ്പൊ സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ ഇന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാ. അപ്പോൾ വളർച്ചയുടെ പടവുകൾ മനുഷ്യൻ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ ധാർമ്മികമായി തകരുന്നു, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, മദ്യപന്മാരുടെ എണ്ണങ്ങൾ അത് കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ സന്ധ്യാസമയത്ത് നിങ്ങളോട് ഞാൻ അറിയിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശത്തിന് ഒരു പ്രാധാന്യതയുണ്ട്. ആ സന്ദേശമാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം, അത് ലോകം തരുന്നത് പോലെയല്ല. മദ്യമോ, മയക്കുമരുന്നോ, സിനിമാശാലകളോ, കൂട്ടുകാരോ, പണമോ, അധികാരികളോ മറ്റാരും തരുന്നത് പോലെയല്ല എന്റെ സമാധാനം. നിത്യതയോളം നിലനിൽക്കുന്ന സമാധാനമത്രേ. അപ്പൊ ഇന്ന് സമാധാനം ലഭിക്കുവാൻ, ഐശ്വര്യം ലഭിക്കുവാൻ, അനുഗ്രഹം ലഭിക്കുവാൻ ഇന്ന് മനുഷ്യന്റെ കഴിവിനനുസരിച്ച് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. എവിടെയാ സമാധാനം? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിക്കട്ടെ, ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങളും സമാധാനം നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കുമൊക്കെ അടിമപ്പെട്ട് പാപത്തിന്റെ പ്രവൃത്തികളിൽ ജീവിച്ചവരായിരുന്നു. ഞങ്ങൾ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്ന ഈ സമാധാന സന്ദേശം അത് എന്തുകൊണ്ട് അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. 1996 കാലഘട്ടം വരെ തൃശൂരിലെ പട്ടണത്തിലെ സത്യന്തപുരാനിൽ ഒരു കച്ചവടക്കാരനായിരുന്നു എന്റെ ജീവിതത്തിൽ. തികച്ചും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കുമൊക്കെ അടിമപ്പെട്ട് കിടന്ന എന്റെ ജീവിതത്തെ മാറ്റിയെടുത്ത ആ സമാധാന സുവിശേഷ സന്ദേശം. അതുകൊണ്ട് ഈ പറളിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ, ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ജീവിക്കണമെങ്കിൽ ഇന്ന് ബുദ്ധിമാന്മാർ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തങ്ങൾക്കും കഴിയത്തില്ല. നമുക്കറിയാം, നല്ല പുഴയിൽ മുങ്ങിക്കുളിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കറകൾ കഴുകിക്കളയാം. വാഷിംഗ് മെഷീനിൽ നമ്മുടെ ഡ്രസ്സുകൾ ഇട്ടാൽ നമ്മുടെ ഡ്രസ്സിലെ അഴുക്കുകൾ കഴുകിക്കളയാം. പക്ഷേ മനുഷ്യന്റെ അന്തരാത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപമെന്ന കറ കഴുകിക്കളയുവാൻ ഏതെങ്കിലും ഒരു ഡിറ്റർജന്റ് കഴിച്ചതുകൊണ്ട് കഴിയുമോ? വാഷിംഗ് മെഷീൻ ഇട്ടുള്ളത് കഴുകിക്കളയാൻ പറ്റുമോ? അല്ലെങ്കിൽ പുഴയിൽ കുളിച്ചതുകൊണ്ട് കഴിയുമോ? കഴിയത്തില്ല. മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ ഇസങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ പണങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ ഡിഗ്രികൾ കൊണ്ടോ, മനുഷ്യന്റെ അധികാരങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ പാരമ്പര്യങ്ങൾ കൊണ്ടോ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന് സമാധാനം നൽകുവാൻ, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ രക്ഷയുടെ മാർഗമാണ്. ഇന്നേക്ക് 2024 വർഷത്തിന് മുമ്പ് ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ മനുഷ്യജന്മമെടുത്ത് മനുഷ്യനായി അവതരിച്ച് 33 വയസ്സുവരെയും തിരുവെഴുത്തുകൾ പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം യാഗമായി തീരുവാനിടയായി തീർന്നു. നമുക്കറിയാം, ഭാരതത്തിൽ അനേക മതങ്ങളുള്ള നമ്മുടെ ഭാരതത്തിൽ നമുക്കറിയാം, എല്ലാ മതങ്ങളും തന്നെ യാഗാധിഷ്ഠിതമായിരിക്കുന്ന സമ്പ്രദായത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അതേ ആചാരാനുഷ്ഠാനങ്ങളാണ്. പക്ഷേ ഇന്നേക്ക് 2024 വർഷത്തിന് മുമ്പ് ഒരു യാഗം നടന്നു ബത്ലഹേമിൽ. നോക്കൂ, ആ ഗോൽഗോത്താ മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ കാലിലും പാണികൾ കൈകളിലും കാലുകളിലും തറയ്ക്കപ്പെട്ടവനായി, പുറം ഉഴുവിച്ചാൽ പോലെ കീറപ്പെട്ടവനായി, തലയിൽ മുൾക്കീടം അടിച്ചിറക്കിയവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്നവനായി, മുഖം വികൃതമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു യാഗം. ഏലോഹി ഏലോഹി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തന്റെ പ്രാണനെ കൈവിടുന്ന യേശുക്രിസ്തുവെന്ന ആ ക്രിസ്തുവിന്റെ യാഗം എന്തിനു വേണ്ടിയായിരുന്നു? ലോകത്തിലെ സകല മനുഷ്യരും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ധാർമ്മികതകൾ തച്ചുടച്ചു കളഞ്ഞ മനുഷ്യർ ധാർമ്മികതയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ദൈവത്തിങ്കിലേക്കും മടങ്ങി വരുവാൻ ആ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയരെ,
യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ സകല മനുഷ്യർക്കും രക്ഷ ആവശ്യമാണ്. കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ വരുവാനിരിക്കുന്ന ഒരു ശിക്ഷയുണ്ട്. ആരെയാ ശിക്ഷിക്കുന്നത്? നമ്മുടെ ഭാരതത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ സുപ്രീം കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള അനേക കോടതികൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. നമുക്ക് ആ കോടതികളിൽ പോലീസുകാർ കുറ്റവാളികളെ പിടിച്ച് ജഡ്ജിമാരുടെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കും. ജഡ്ജിമാർ കുറ്റകൃത്യത്തിന്റെ സാക്ഷിമൊഴി അനുസരിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുവാനിടയായി തീരും. അവർ ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണ് ഈ ജയിൽ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ 53-ലധികം ജയിലുകൾ ഇന്നുണ്ട്. ഓരോ ജയിലുകളിലും 100 കണക്കിന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ജഡ്ജിമാർ ശിക്ഷിക്കുന്നത് കുറ്റവാളികളെയാണ്. അവർ ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണ് ജയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർപ്പിച്ചത്, എല്ലാ മനുഷ്യർക്കും ഒരു മരണമുണ്ട്. മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്. അപ്പൊ എന്തിനാണ് മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നത്, ദൈവം ന്യായം വിധിക്കുന്നത്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ ഈ മരണത്തിൽ നിന്നാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടത്. ഈ ശിക്ഷയിൽ നിന്നാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടത്. എങ്ങനെയാ മനുഷ്യന് ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും? ഇവിടെ നമുക്കറിയാം, വയനാട്ടിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായി, ജലപ്രളയം ഉണ്ടായി, മണ്ണിടിച്ചിലുകൾ ഉണ്ടായി. ചില ഗ്രാമങ്ങൾ തന്നെ നഷ്ടപ്പെട്ട സംഭവം, 100 കണക്കിന് കുടുംബങ്ങൾ ഇല്ലാതായ തീർന്ന സംഭവം നമുക്കറിയാം. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് നമുക്കൊരു വീട് വെച്ചു കൊടുക്കാം. അവർക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം. ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാം. പക്ഷേ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്, ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മയപ്പന്മാരുണ്ട്, അമ്മയപ്പന്മാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടവരുണ്ട്. എന്നാൽ പ്രിയരെ, ഒരു ജീവന് പകരം കൊടുക്കുവാൻ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യരായ നമുക്ക് മനുഷ്യന്റെ ധാർമ്മികത ഉത്തരവാദിത്വത്തിൽ അവിടെ കഷ്ടപ്പെടുന്ന ജനത്തിനു വേണ്ടി ഏതെങ്കിലും ആഹാരമോ വസ്ത്രമോ വീടുകളോ പാർപ്പിടങ്ങളോ അങ്ങനെ ഏതെങ്കിലും സാമ്പത്തിക നന്മകളോ ഭൗതിക നന്മകളോ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. മനുഷ്യന്റെ സഹായത്തിനൊരു പരിധിയുണ്ട്. നമുക്കറിയാം, ഇവിടെ ഒരു കുടത്തിൽ ഒരു മനുഷ്യൻ വീണാൽ, ഒരു പുഴയിൽ ഒരു മനുഷ്യൻ വീണാൽ, ഇവിടുത്തെ ചാലിൽ ഒരു മനുഷ്യൻ വീണാൽ നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചോ മനുഷ്യന്റെ കഴിവുകൾ കൊണ്ട് കയറിറക്കി കൊടുത്ത്, കോണി ഇറക്കി കൊടുത്ത്, കൊട്ടയിറക്കി കൊടുത്തൊക്കെ നമുക്ക് ആ മനുഷ്യനെ രക്ഷിക്കാം. പക്ഷേ ദൈവത്തിന്റെ നിയമത്തെ തെറ്റിച്ചുകൊണ്ട് പാപത്തിന്റെ പടുക്കുഴിയിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ? പണത്തിനോ പാരമ്പര്യത്തിനോ അധികാരത്തിനോ കഴിയുമോ? കഴിയത്തില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് നോക്കിയാൽ പോലീസുകാർ കുറ്റവാളിയെ പിടിക്കുന്നു, ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുന്നു. 3 വർഷവും 7 വർഷവും 12 ജീവപര്യന്തമൊക്കെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ അവരുടെ കുറ്റകൃത്യത്തിന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതേ സമാന്തരമായ കുറ്റം ചെയ്യുന്നു. പോലീസിന്റെ 3 മുറകൾ കൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടോ ജയിലിന്റെ ഇരുട്ടറയിൽ അടച്ചിട്ടതുകൊണ്ടോ നിയമത്തിന്റെ അധികാരഹസ്തങ്ങളിൽ പിടിക്കപ്പെട്ടതുകൊണ്ടോ ആ പാപിയായ മനുഷ്യന്റെ അല്ലെങ്കിൽ അകൃത്യത്തിൽ തെറ്റുകാരനായ കുറ്റക്കാരനായ ആ മനുഷ്യന്റെ കുറ്റകൃത്യത്തിൽ നിന്നും ആ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് പത്രത്താളുകളിൽ, മീഡിയകളിൽ ഇന്ന് നമ്മളെ വായിക്കുവാൻ കാണുവാൻ ഇടയായി തീരുന്ന വാർത്തകൾ. ഒരു മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ അധികാരങ്ങൾ കൊണ്ടോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ പാരമ്പര്യങ്ങളോ ഇസങ്ങളോ ശക്തികളോ ബുദ്ധികളോ കഴിവുകൾ കൊണ്ട് കഴിയത്തില്ലാതിരിക്കുമ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപത്തിന്റെ പടുക്കുഴിയിൽ നിന്നും ആ നിത്യമായ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവമൊരുക്കിയ രക്ഷയുടെ മാർഗം യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു.
ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, നാം എല്ലാം രക്ഷ പ്രാപിക്കേണ്ടതിനത്രേ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നത് തന്നെ ന്യായവിധിക്ക് കാരണമായി തീർന്നു. അതുകൊണ്ട് പ്രിയരെ, എന്നെയും നിങ്ങളെയും പിതാവായ ദൈവം, സൃഷ്ടിതാവായ ദൈവം സ്നേഹിച്ച മഹാസ്നേഹം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാനിടയായി തീർന്നു. യേശു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് യേശു എന്തിനു വേണ്ടി ഇവിടെ ജനിക്കും, യേശു എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, അതെ എന്നുള്ള തിരുവെഴുത്തുകളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടതുപോലെ ജനിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുവാനിടയായി തീരും. നിശ്ചയമായിട്ടും കന്യകയുടെ ഉദരത്തിൽ ഭൂജാതനായ ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടാക്കി തിരിച്ചുകൊണ്ട് കാലയവനിയിൽ ഇന്നും ദയാളിയായി നിലനിൽക്കുന്ന അതേ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ഇരുമ്പ് രഥങ്ങൾ കൊണ്ട്, ഇരുമ്പ് മുഷ്ടികൾ കൊണ്ട് സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ അല്ലെങ്കിൽ പരിശ്രമിച്ചു വന്ന അനേക മഹാരഥന്മാർ മരണം കൊണ്ട് അവരെല്ലാം അവസാനിച്ചു. ലോകത്തെ കിടകിടാവിറപ്പിച്ച അനേക മഹാരഥന്മാരുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന അനേകം വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം കല്ലറകളിൽ നിന്നും അടഞ്ഞു കിടക്കുകയാ. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആ കല്ലറയിൽ നിന്നും തുറന്നു കിടക്കുന്നു. ഇസ്രായേലിൽ നമുക്കറിയാം, പലസ്തീനിലെ ആ കല്ലറയിൽ നിന്നും തുറന്നു കിടക്കുകയാ. ആ കല്ലറയുടെ വാതിലുക്കൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, He is not here, He has risen. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമൻ ഇമ്പീരിയ മുദ്രകളാൽ യേശുവിന്റെ കല്ലറയെ മുദ്രയിട്ടു. കാവൽ ഭടന്മാരെ കാവൽ നിർത്തി. പക്ഷേ 18 പടയാളികൾ കാവൽ നിൽക്കുമ്പോൾ, ഈ രണ്ട് പേരായി കാവൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ കല്ലറ തുറന്നു കൊടുത്തു. എന്തുകൊണ്ടെന്നറിയാമോ? തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടതുപോലെ നിറവേറേണ്ടതിനു വേണ്ടി. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതുപോലെ യേശു ജനിച്ചെങ്കിൽ, യേശു ജീവിച്ചെങ്കിൽ, യേശു കാൽവരിയിൽ യാഗമായെങ്കിൽ, യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ, എന്നെ കേൾക്കുന്ന പറളി ദേശനിവാസികളെ, യേശു ക്രിസ്തു മടങ്ങി വരും. ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും. അപ്പോസ്തലന്മാർ പറഞ്ഞു യേശു ക്രിസ്തു പോയതുപോലെ മടങ്ങി വരും. പരിശുദ്ധാത്മാവ് പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ട തിരുവചനങ്ങളൊക്കെ നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. യേശു എന്തിനാ മടങ്ങി വരുന്നത്? യേശു ഒരിക്കൽ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 1:21 പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത രക്തം ചൊരിയേണ്ടതിന്, കാൽവരിയിൽ യാഗമായി േണ്ടതിന് യേശു ഒരിക്കൽ വന്നെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ വേദപുസ്തകം യോഹന്നാന്റെ ലേഖനം 1:7-9 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുവാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമത്രേ. അങ്ങനെയെങ്കിൽ ഇനി എന്തിനാ യേശു വരുന്നത്? പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാനല്ല, പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട മനുഷ്യനെ തന്നോടുകൂടെ ചേർത്തേണ്ടതിന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്കായി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്നു നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുവാനിടയായി തീരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷിക്കുന്ന നാം ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാൻ. ആരാണ് വിശുദ്ധന്മാർ? ആരാണ് ദൈവമക്കൾ? നാം എല്ലാം പിതാവായ ദൈവത്തിന്റെ സൃഷ്ടികളാ. പക്ഷേ ആരാ ദൈവമക്കൾ? യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു.
പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. അതുകൊണ്ട് യേശു പറഞ്ഞു, യഹൂദന്മാരെന്നെ പിടിക്കും, അവരെന്നെ ക്രൂശിക്കും, പക്ഷേ ഞാൻ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ മരണത്തെ നീക്കുവാൻ ലോകത്തിൽ ഒരു ബുദ്ധിമാന്മാർക്കും ഒരു ശക്തികൾക്കും കഴിയാതിരിക്കുമ്പോൾ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അക്കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ യേശുക്രിസ്തുവിനോട് എടുക്കപ്പെടുന്നത് ആരാണ്? ദൈവമക്കളാണ്, വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുവാനിടയായി തീരുന്നു. ആരാണ് ദൈവമക്കൾ? ആരാണ് വിശുദ്ധന്മാർ? യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. പ്രിയരെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. 70 ഏറിയാൽ 80 വർഷം വരെയാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ ആയുസ്. അത് ഏത് പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ധനവാനോ കൊട്ടാരമോ കുടിലോ ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യർക്കും ഉള്ളതാ. ഒരു പാട്ടുകാരി ഇങ്ങനെയാ പാടിയത്: ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം. അഹന്ത കൊണ്ടഴക്കു പെട്ടിടാത്ത പുണ്യമൊന്നുതാൻ ബഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. തിരിച്ചു വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ ത്യജിച്ചിടേണം. പ്രശസ്തനായ ഹോമറും സമർത്ഥനായ സീസറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക? മാറ്റമൊന്നുമില്ലതാൽ. അപ്പോൾ ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നും ഫലഭാഗത്തില്ല. പ്രശസ്തനായ ഹോമറും സമർത്ഥനായ സീസറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി. എന്തിനാ സോളമന്റെയും ഹിറ്റ്ലറിന്റെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് പോകുന്നേ? ചില അതേ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, 150 വർഷം വരെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കണം. അപ്പോൾ യുവാക്കരകരമായിരുന്ന പോപ്പ് ഗായകനായ മൈക്കിൾ ജാക്സന്റെ ആഗ്രഹം 150 വയസ്സ് വരെയൊക്കെ ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷേ 14 ഡോക്ടർമാരെ അദ്ദേഹം ശമ്പളം കൊടുത്തു നിർത്തി. ഈ 14 ഡോക്ടർമാർ തന്നെ ചികിത്സിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അദ്ദേഹം തന്റെ 50ാമത്തെ വയസ്സിൽ മരണം വഴിയായിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ 14 ഡോക്ടർമാർക്കും മൈക്കിൾ ജാക്സന്റെ ജീവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരം നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15:17-2 പറയുന്നു, അതെ, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും തിരിച്ചറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നല്ലെങ്കിൽ നാളെ മരണം യാഥാർത്ഥ്യമാണെങ്കിൽ മരണത്തിനപ്പുറത്ത് മനുഷ്യർക്കെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു ജീവനുണ്ട്, ജീവിതമുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയുമുണ്ട്. അതിനെക്കുറിച്ച് 2 ഭാഗങ്ങളാണ് പറയുന്നത്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, 2 വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഈ 2 ഭാഗങ്ങളിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്: കല്ലറകളിലുള്ള എല്ലാവരും ആ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന സമയം നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യശിക്ഷാവിധിക്കായും ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരുന്നു. വെളിപ്പാട് പുസ്തകം 20-ൽ പറയുന്നു, മരിച്ചവർ ആഭാലവൃത്തം ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. പുസ്തകങ്ങൾ തുറക്കുന്നു. ആ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ശിക്ഷാവിധി ഉണ്ടാകുന്നു. ജീവന്റെ പുസ്തകം എന്ന് പേരുള്ള ഒരു പുസ്തകം തുറക്കുന്നു. ആ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്കയാണ് 2ാമത്തെ മരണം. അപ്പൊ ഞാൻ പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകാശത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിലെങ്ങും പോയി ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യും, രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ ഈ ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ വേറൊരു കുറുക്കു വഴിയുമില്ല. മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ നാട് മാറിയതുകൊണ്ടോ മനുഷ്യന് ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. മാറേണ്ടത് മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്ന്. അതാ ഞാൻ ഡയോജനസ് എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിയുടെ ആ ചരിത്രം നിന്നോട് പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആവശ്യം എന്താ? ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക,
ഭാര്യയെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന, കുഞ്ഞുങ്ങളെ അതെ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന മാതാപിതാക്കളായി, സഹോദരന്മാരായി, സഹോദരിമാരായി, ഭാര്യമാരായി, ഭർത്താക്കന്മാരായി ഒരു നല്ല സ്വഭാവത്തിന് ഉടമയായിട്ട് ജീവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ആഗ്രഹം നന്മ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നന്മ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു. വേദപുസ്തകത്തിലെ പണ്ഡിതനായ പൗലോസ് പറയുന്നു, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. എന്താ കാരണം? മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് മനുഷ്യനെ കൊണ്ട് പാപിയാക്കി തീർക്കുന്നത്, തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, നിത്യശിക്ഷാവിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എന്റെ സമയം കഴിഞ്ഞതുകൊണ്ട്, സന്ധ്യാസമയമായതുകൊണ്ട് വാക്കുകളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, കിടത്തുന്നയിലാണോ, ഡെസ്ക്ടോപ്പിലാണോ, വാഹനത്തിലാണോ, എവിടെയാണോ നിങ്ങളായിരിക്കുന്നത്, അവിടെ നിന്നുകൊണ്ടൊരു വാക്ക്, ഇരുന്നു കൊണ്ടൊരു വാക്ക് ദൈവസന്നിധിയിൽ ശോധന ചെയ്യാമോ? ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? അല്ല, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നാൽ ആ ക്രിസ്തുവിനോടുകൂടെ എടുക്കുവാൻ ഇടയായി തീരുമോ? അല്ല, ഇന്ന് വയനാട്ടിൽ സംഭവിച്ചതുപോലെ ജലപ്രളയമാകട്ടെ, ക്ഷാമങ്ങളാകട്ടെ, ഭൂകമ്പങ്ങളാകട്ടെ, ഉരുൾപൊട്ടലുകളാകട്ടെ, അങ്ങനെ എന്തു തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചാലും നമ്മുടെ നിത്യത എവിടെയായിരിക്കും? ഇന്ന് രാത്രി അതേ നാം മരണമഴിയായിട്ട് മാറ്റപ്പെട്ടാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നിത്യമായ സ്വർഗത്തിലോ നിത്യമായ നരകത്തിലോ? ഒരു നിമിഷം നിൽക്കുന്ന നിൽപ്പിൽ ശോധന ചെയ്യാൻ കഴിയുമോ? ആരാ സ്വർഗത്തിലേക്ക് എത്തുന്നത്? പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച ദൈവമക്കൾ, പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച വിശുദ്ധന്മാർ. അവരെ ചേർക്കുവാൻ കർത്താവ് മടങ്ങി വരുവാനിടയായി തീരും. അതുകൊണ്ട് പ്രിയരെ, എന്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഗ്രഹിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് എത്തുന്നത് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നാം ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പെറ്റ തള്ളയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ ദൈവസ്നേഹം നമ്മളെ വിളിക്കുകയാ, യേശു നമ്മളെ വിളിക്കുകയാ. ആ സമാധാനം ആർക്കു വേണം? ആ സന്തോഷം ആർക്കു വേണം? ആ രക്ഷ ആർക്കു വേണം? ആ നിത്യസ്നേഹം ആർക്കു വേണം? ശിക്ഷാവിൽ നിന്ന് ആർക്ക് മോചനം പ്രാപിക്കണം? യേശു നിങ്ങളുടെ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, യേശു നിങ്ങളുടെ മുഖം നോക്കുന്നില്ല. യേശു നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു. നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ നിൽക്കുന്നതിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. പരലോക നിവാസികളെ, യേശു നമ്മെ വിളിക്കുന്നു. നിങ്ങൾ രോഗത്തിലാണോ? നിങ്ങൾ കടഭാരത്തിലാണോ? നിങ്ങൾ മാനസിക സംഘർഷത്തിലാണോ? ആത്മഹത്യ ചിന്തയിലാണോ? സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരാണോ? മദ്യപാനത്തിലും മയക്കുമരുന്നിലും ലഹരികളും അടിമപ്പെട്ട് തകർന്ന ജീവിതത്തിലാണോ? നിങ്ങളെ രക്ഷിക്കുവാൻ മറ്റൊന്നിനും കഴിയത്തില്ല. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതുപോലെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം അയച്ചിരിക്കുന്ന നാമമാണ് ക്രിസ്തുയേശുവിന്റെ നാമം. അതുകൊണ്ട് ആ നിൽക്കുന്നതിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കൂ. കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്റെ പാപമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ അറിയുന്നു. യേശുവേ, അങ്ങന്റെ പാപത്തിന് രക്ഷിക്കുവാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിന്റെ രക്തം എന്റെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പാപമെല്ലാം എന്നോട് ക്ഷമിക്കണമേ, എന്റെ കുറവുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ മകനാക്കി എന്നെ തീർക്കണമേ.
ആ ജീവപുസ്തകത്തിൽ എന്റെ പേരൊന്ന് എഴുതണമേ. അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് എന്നെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് കടന്നു വരണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാഹനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകലിൽ ഈ പറളി പട്ടണത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ശബ്ദമൂടെ ശ്രദ്ധിച്ച അങ്ങയുടെ ജനം ദൈവത്താൽ പിടിവിക്കപ്പെടട്ടെ. മാനസികമായ പ്രയാസത്തിലൂടെ, ശാരീരികമായ രോഗത്തിലൂടെ, സാമ്പത്തികമായ തകർച്ചകളിലൂടെ, മാനസിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ജനം വിടിവിക്കപ്പെടട്ടെ. ഇവിടെ ഞങ്ങളുടെ യുവതി വാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തെ കർത്താവ് സൗഖ്യമാക്കണമേ. അവിടുത്തെ ജനത്തെ കർത്താവ് വിടിവിക്കണമേ. മാനസിക പ്രയാസത്തിൽ നിന്നും അങ്ങയുടെ ജനത്തെ വിടിവിക്കണമേ. ഈ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. TB രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് രോഗികൾ സൗഖ്യമാകട്ടെ. ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. വാഹനാപകടങ്ങളൊന്നും ഉണ്ടാകാതെ വാഹനത്തെ ഓടിപ്പാൻ കൃപ നൽകണമേ. ഇവിടെ കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകാരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിവിധ തുറകളിൽ നിന്നും യാത്ര ചെയ്യുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലെ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ദേശത്തെ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കും. ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നും ഈ ദേശത്തെ രക്ഷിക്കും. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് വിശുദ്ധന്മാർ ഈ പള്ളിയിൽ നിന്നും രൂപാന്തരപ്പെടുവാൻ, അവിടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടേണ്ടതിനു വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥനകളെ കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.